മുരാരി ബാബുവിനെ ഇറക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അറസ്റ്റിലായ മുരാരി ബാബു, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ മുരാരി ബാബുവിനെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോവുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിലേക്ക് വരെ എത്തി നിൽക്കുന്ന അറസ്റ്റ്, അതിൽ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകുന്നു. ഇനി റാന്നി കോടതിയിൽ എത്തിക്കുമെന്നും അറിയാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോഴെന്തായാലും ഇറക്കിയിരിക്കുന്നു. നേരെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകും. മുരാരി ബാബുവിനെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ റിപ്പോർട്ടറിലൂടെ കാണുന്നത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം നേരെ റാന്നി കോടതിയിലേക്ക് കൊണ്ടുപോകുമോ, അതോ വീണ്ടും അന്വേഷണ സംഘം മറ്റെന്തെങ്കിലും നടപടിയിലേക്ക് കടക്കുമോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. നിലവിൽ എന്തായാലും വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോവുകയാണ്. ആർ റോഷിപാൽ ചേരുന്നു വിശദാംശങ്ങളുമായി. റോഷിപാൽ, പറയൂ. ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ജനറൽ ആശുപത്രിയിലേക്കായിരിക്കും കൊണ്ടുപോവുക. ഈ സ്വർണ്ണമോഷണത്തിൽ, ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിലെ രണ്ടാം പ്രതിയായ മുരാരി ബാബു ഈ കേസിലെ ഏറ്റവും പ്രധാനി കൂടിയാണ്. ഈ ഗൂഢാലോചനയിലെ പ്രധാനി കൂടിയായ മുരാരി ബാബുവിനെ അന്വേഷണ സംഘം ഇന്നലെ രാത്രി 10 മണിയോടെയാണ് അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ഇപ്പോൾ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് അല്പസമയം മുമ്പ് ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്നും നേരെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയത്. വൈദ്യപരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം നേരെ റാന്നിയിലെ കോടതിയിലേക്ക് മുരാരി ബാബുവിനെ ഹാജരാക്കും. ഏറെ നേരം നീണ്ടുനിന്ന ചോദ്യം ചെയ്യലാണ്. SP ശശിധരന്റെ നേതൃത്വത്തിൽ ഇടയ്ക്ക് ADGP H വെങ്കടേഷും ഇവിടെ എത്തിച്ചേർന്നു. അന്വേഷണ പുരോഗതി അടക്കം വിലയിരുത്തിയാണ് H വെങ്കടേഷ് ഇങ്ങോട്ടേക്ക് മടങ്ങിയത്. ഏറ്റവും നിർണായകമാണ് ഈ മുരാരി ബാബു നൽകിയിരിക്കുന്ന മൊഴി. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയേക്കാൾ കൂടുതൽ ഈ തട്ടിപ്പുമായി ബന്ധമുള്ളത് മുരാരി ബാബുവിനാണ്. കാരണം സ്വർണ്ണപ്പാളികളടക്കം അത് ചെമ്പ് തകിടുകളാണെന്ന് വ്യാജമായി മഹസറുണ്ടാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഏറ്റവും വലിയ കൊള്ള നടത്താനുള്ള സൗകര്യമൊരുക്കിയത് മുരാരി ബാബു എന്ന കണ്ടെത്തൽ കൂടിയാണ് അന്വേഷണ സംഘത്തിലുള്ള. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു നീക്കം. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. SP കൂടി പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. ക്രൈംബ്രാഞ്ച് SP കൂടി പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ്. എന്നാലും ഏറ്റവും നിർണായക നീക്കം ഇന്ന് അന്വേഷണ സംഘം നടത്തിയെന്നതാണ് പ്രധാനമാകുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത ദിവസങ്ങളോളം നീണ്ട ചോദ്യം ചെയ്യൽ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു. അതിനിടയിലാണ് മുരാരി ബാബുവിനെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത്. ഈ അറസ്റ്റോടുകൂടി, മുരാരി ബാബുവിന്റെ അറസ്റ്റോടുകൂടി അന്വേഷണം തിരുവിതാംകൂർ ഭരണസമിതിയിലേക്ക്, ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിയിലേക്ക് എത്തുകയാണ്. അന്നത്തെ 2019 ഭരണസമിതിയിലേക്കാണ് അന്വേഷണം പോകുന്നത്. കാരണം മുരാരി ബാബുവിന് തനിച്ച് ഇങ്ങനെയൊരു കൊള്ള, ഇത്രയും വലിയൊരു കൊള്ള നടത്താൻ കഴിയില്ലെന്ന കൃത്യമായ ബോധ്യം അന്വേഷണ സംഘത്തിനുണ്ട്. അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞത് 2 കിലോഗ്രാം സ്വർണമാണ് ശബരിമലയിൽ മോഷണം പോയത്. ആ തൊണ്ടി മുതൽ കണ്ടെടുക്കണം. മാത്രമല്ല ഹൈദരാബാദ്, ചെന്നൈ, ഒപ്പം ബംഗളൂരു അടക്കമുള്ള സ്ഥലങ്ങളിലുള്ള ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട പലരുമുണ്ട്. അതിൽ ആ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമയടക്കമുള്ളവരെ ഇനി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഒപ്പം ഈ പ്രതിപട്ടികയിലുള്ള ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരുടെ അവരെ ഒന്നൊന്നായി വരും ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണ്. ഇനിയുള്ള അന്വേഷണ സംഘത്തിന്റെ നീക്കവും നിർണായകമാകും. ഏതായാലും മുരാരി ബാബുവിനെയും കൊണ്ട് ഇപ്പോൾ അന്വേഷണ സംഘം നേരെ ജനറൽ ആശുപത്രിയിലാണ് വൈദ്യപരിശോധനയ്ക്ക് പോകുന്നത്. അവിടെ നിന്നും വൈദ്യപരിശോധന പൂർത്തിയായാൽ അധികം വൈകാതെ തന്നെ നേരെ റാന്നിയിലെ കോടതിയിലേക്ക് മുരാരി ബാബുവിനെ എത്തിക്കും. റിമാൻഡ് റിപ്പോർട്ടും കസ്റ്റഡി റിപ്പോർട്ടും നിർണായകമാകും. കസ്റ്റഡി അപേക്ഷ അന്വേഷണ സംഘം നൽകും. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 2 ആഴ്ചക്കകത്താണ് കസ്റ്റഡിയിൽ വിട്ടത്. ഈ മാസം അവസാനം 30 വരെ കസ്റ്റഡിയിലുണ്ട്. അതുവരെ ചോദ്യം ചെയ്യൽ, തെളിവെടുപ്പ് അടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനിടയിൽ സമാനമായി തന്നെയാകാം ഒരുപക്ഷെ ഈ മുരാരി ബാബുവിന്റെയും കസ്റ്റഡി അപേക്ഷ നൽകുക. ആ റിമാൻഡ് റിപ്പോർട്ടിലും കസ്റ്റഡി അപേക്ഷയിലുമുള്ള വിവരങ്ങൾ ഏറ്റവും നിർണായകമാകും. ഒരുപക്ഷെ ആ വിവരങ്ങൾ പുറത്തുവരേണ്ടതുണ്ട്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ചോദ്യം ചെയ്തതിൽ ലഭിച്ച വിവരങ്ങൾ ഈ മുരാരി ബാബുവിനെ കുരുക്കുന്ന തെളിവുകളടക്കം കണ്ടെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റും നടന്നത്. ഇനി മറ്റുദ്യോഗസ്ഥന്മാരിലേക്ക്, അതിനൊപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് എത്തുന്ന തരത്തിലുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചിട്ടുണ്ടോ എന്ന ഈ റിമാൻഡ് റിപ്പോർട്ടിലൂടെ ഒരുപക്ഷെ വ്യക്തമാകും. മാത്രവുമല്ല ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഭരണസമിതിയെ സംശയം മുന്നിലാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. മാത്രവുമല്ല അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയല
അതിനു മുകളിൽ ഉന്നതന്മാർക്ക് ഈ തട്ടിപ്പിൽ പങ്കാളിത്തമുണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ശബരിമലയിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കൂടിയായ മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുക്കുന്ന അന്വേഷണ സംഘം. ഇനി അടുത്തത് ആരായിരിക്കും അന്വേഷണ സംഘത്തിന്റെ പിടിയിലാകുന്ന ഉദ്യോഗസ്ഥൻ? ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥൻ, അതോ അന്നത്തെ ഭരണസമിതി അംഗങ്ങളാണോ അന്വേഷണ സംഘത്തിന് മുന്നിലെത്തുക എന്നതാണ് അറിയേണ്ടത്. ഈ ശബരിമലയിൽ ആദ്യം കട്ടിളപ്പാളിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈകളിലേക്ക് എത്തിക്കാനുള്ള നീക്കം ഈ സംഘം നടത്തുന്നത്. പിന്നീട് വിഗ്രഹത്തിലെ സ്വർണ്ണപ്പാളികൾ കൈമാറുന്നു. എല്ലാം ചെമ്പ് തകിടന്ന് എഴുതി ചേർത്തുകൊണ്ടാണ് കൈമാറിയത്. ഈ മഹസർ തയ്യാറാക്കുമ്പോൾ അത് തെറ്റായി അതിൽ ചേർക്കുന്നു. ഇതെങ്ങനെ ഈ മുരാരി ബാബുവിന് മാത്രം സാധിക്കും? ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രം ഇങ്ങനെ സ്വർണം തട്ടിപ്പ് നടത്താൻ അവർക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നതാണ് ഏറ്റവും പ്രധാന ചോദ്യം. അതിനുള്ള ഉത്തരമാണ് അന്വേഷണ സംഘം കണ്ടെത്തുക. അവിടെ ഉന്നതന്മാരുടെ പങ്കാണ്. ഉന്നതരിലേക്ക് അന്വേഷണം പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ മുരാരി ബാബുവിൽ അന്വേഷണം അവസാനിക്കില്ല. ദേവസ്വം ബോർഡിലെ ഭരണസമിതിയിലേക്ക് പോകും. ഇനിയും മറ്റ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ഈ കേസിൽ പ്രതികളായവർ, ആ പ്രതിപട്ടികയിലുള്ളവർ. അവരിലേക്ക് അന്വേഷണം എത്തും. അവരും അധികം വൈകാതെ തന്നെ കസ്റ്റഡിയിലാകും. റോഷ്നി, അതാണ് ഒരു പോറ്റിയിൽ തീരാതെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥൻ തന്നെ അറസ്റ്റിലായി. അതിന്റെ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. റോഷിപാൽ പറഞ്ഞതുപോലെ നിർണായകമായ മണിക്കൂറുകളിലൂടെ ഈ അന്വേഷണം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചോദ്യമുനയിലാണ് മുരാരി ബാബു. ഓരോന്നിനും വ്യക്തമായി തന്നെ മറുപടി നൽകേണ്ടി വരും. അപ്പോഴും തീരുന്നില്ല. മുരാരിക്ക് ശേഷം ഇനി ആര്? ഏത് ഉന്നതനിലേക്കാണ് ഇനി പോകുന്നത്? ഉന്നതർ കുടുങ്ങുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, അല്ലേ റോഷിപാൽ? അവരോട് വണ്ടിയെടുത്തോളം പറ. റോഷി, അങ്ങനെയാണ്. കാരണം മുരാരി ബാബു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. ഈ ഗൂഢാലോചനയുടെ പ്രധാനികളിൽ ഒരാളാണ് മുരാരി ബാബു. കാരണം ഈ മഹസർ തയ്യാറാക്കുമ്പോൾ മഹസറിൽ ഈ സ്വർണ്ണപ്പാളികൾ ചെമ്പ് തകിടെന്ന് എഴുതി ചേർത്തയാളാണ്. ഈ ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരെയും ഈ തട്ടിപ്പിന് ഒത്തുചേർന്ന് അവരെ ഒരുമിപ്പിച്ച് നിർത്തിയത് മുരാരി ബാബുവാണെന്ന സംശയം തന്നെയാണ് അന്വേഷണ സംഘത്തിന്. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് ഈ തട്ടിപ്പിന് വേണ്ടി വിളിച്ചു വരുത്തിയത്, ഇടനിലക്കാരനാക്കി മാറ്റിയതിലും മുരാരി ബാബുവിന് പ്രധാന പങ്കുണ്ട്. പക്ഷെ അവിടെ അത് അവസാനിക്കില്ല. കാരണം ഭരണസമിതിയുടെ പങ്കാളിത്തം കൃത്യമായി പ്രാഥമികമായി തന്നെ വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ്. ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ കോടതിയും കൃത്യമായി ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. 2019 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതി, ആ ഭരണസമിതിയിലെ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ സംശയമുനയിലാണ്. ഇനി അവരിലേക്കാണ് അന്വേഷണം പോകുന്നത്. അവരിലേക്കുള്ള അന്വേഷണത്തിന്റെ തുടക്കം കൂടിയാണ് മുരാരി ബാബുവിന്റെ അറസ്റ്റ്. മുരാരി ബാബു അന്വേഷണ സംഘത്തിന് മുമ്പിൽ നൽകിയ വിവരങ്ങൾ, മൊഴിയായി നൽകിയ വിവരങ്ങളുണ്ട്. ആ വിവരങ്ങൾ ഏറ്റവും പ്രധാനമാകും. അത് ഭരണസമിതിയിലേക്ക് അന്വേഷണം എത്തുന്ന തരത്തിൽ, ഭരണസമിതിയെ കുരുക്കുന്ന തരത്തിലുള്ള മൊഴികൾ, വിവരങ്ങൾ ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ മുരാരി ബാബു പറഞ്ഞിട്ടുണ്ടോ എന്നതാണ് പ്രധാനം. ഈ കാര്യങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ അത് പരാമർശിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ കുരുക്കായി ഭരണസമിതിക്ക് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഇവിടെ അവസാനിക്കില്ല അന്വേഷണം. കാരണം ഇനിയുമേറെ ഉദ്യോഗസ്ഥന്മാരുണ്ട് പ്രതിപട്ടികയിൽ. ഒപ്പം ഭരണസമിതി അംഗങ്ങളുണ്ട്. ആ ഭരണസമിതിയിൽ അവസാനിക്കുമോ എന്നതാണ്. ഇനി അന്നത്തെ ദേവസ്വം മന്ത്രിയിലേക്ക് അന്വേഷണം പോകുമോ എന്നത് അറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. കാരണം അന്വേഷണം ഏതാണ്ട് 2 ആഴ്ച പിന്നിടുന്നേയുള്ളൂ. ഇനിയും ഉണ്ട്. 6 ആഴ്ചക്കാലമാണ് അന്വേഷണത്തിന് ഹൈക്കോടതി സമയം അനുവദിച്ചത്. ഒരുപക്ഷെ ആ സമയം കൊണ്ട് അവസാനിക്കുന്നില്ലെങ്കിൽ കൂടുതൽ സമയം ആവശ്യപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒരുമിച്ചിരുത്തി അന്വേഷണ സംഘം നടത്തിയ ചോദ്യം ചെയ്യൽ അത് ഏറ്റവും പ്രധാനമാണ്. നിർണായകമായ വിവരങ്ങൾ ആ ചോദ്യം ചെയ്യൽ ലഭിച്ചിട്ടുണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. യെസ് റോഷിപാൽ, ഇതിപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് ശേഷം നേരെ റാന്നി കോടതിയിലേക്കാണല്ലോ അല്ലേ ബാക്കി കോടതിയിൽ? റോഷി, അങ്ങനെയാണ്. വൈദ്യപരിശോധന പൂർത്തിയായാൽ നേരെ അവിടെ നിന്നും റാന്നി കോടതിയിലേക്ക് പോകാനാണ് സാധ്യത. കാരണം ഇപ്പോൾ ഏറെ വൈകിട്ടുണ്ട്. ഇന്നലെ രാത്രി 10 മണിക്കാണ് വീട്ടിൽ നിന്നും, പെരുന്നയിലെ വീട്ടിൽ നിന്നും മുരാരി ബാബുവിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. ഏതാണ്ട് രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇന്ന് വൈകിട്ടിനിടയിൽ തന്നെ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വൈദ്യപരിശോധന പൂർത്തിയാക്കിയാൽ ഏറെ സമയം വൈകില്ല. തൊട്ടു പിന്നാലെ തന്നെ നേരെ റാന്നിയിലേക്ക് അന്വേഷണ സംഘം പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, ആർ റോഷിപാലാണ് വിശദമായ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നടപടിക്രമങ്ങളുടെ കൂടുതൽ വിവരങ്ങളിലേക്കും